എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഓരോ ദിവസങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും പിശാച് ഉണ്ടാക്കിയതല്ല. ചിലർക്ക് ചൊവ്വാ ദിവസം എന്ന് പറയും, ചൊവ്വാ ദോഷം. അങ്ങനെ ദോഷമില്ല. ചിലർക്ക് വെള്ളിയാഴ്ച ഇഷ്ടമല്ല. ചില ദിവസങ്ങൾ ഫംഗ്ഷനുകളൊന്നും നടത്താത്ത 1-2 ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഓഡിറ്റോറിയങ്ങളൊക്കെ വില കുറച്ച് കിട്ടും. ബാക്കി എല്ലാ ദിവസവും ഭയങ്കര തിരക്കാണ്. കാരണം ഈ ചൊവ്വയും വെള്ളിയും ഈ ദോഷങ്ങളുള്ള ദിവസമാണെന്നാണ് പറയുന്നത്. അങ്ങനൊരു ദിവസമേ ഇല്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ദോഷമാണ്, അവരവരുണ്ടാക്കുന്ന ദോഷമാണ് ദോഷങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ദോഷം ചെയ്യുന്നവന് എല്ലാ ദിവസവും ദോഷമാണ്. നീതിമാന് നിത്യം ഉത്സവമെന്നാണ്. ഒരു ദൈവ പൈതൽ നീതിയോടെ ജീവിച്ചാൽ അവൻ്റെ എല്ലാ ദിവസവും അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഒരിക്കലും നമ്മൾ തോറ്റു കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഒരു നീതിമാൻ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. അവനൊരിക്കലും പരാജയപ്പെടാൻ കഴിയില്ല. തോറ്റു കൊടുക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു പ്രബോധനമാണ് കൊക്കോകോള കമ്പനി. ആ കമ്പനി കൊക്കോകോള എന്ന ആ കുടിക്കുന്ന സംഭവം ഇന്ന് ലോകം മുഴുവൻ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഒരു നല്ല ശീതള പാനീയം എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് ഗുണമൊന്നും അതിനകത്തില്ല. എന്നാൽ ആദ്യ വർഷം കൊക്കോകോള എന്ന കമ്പനി വിറ്റത് ആകെ 25 ബോട്ടിലാണ് ഒരു വർഷം. എന്നിട്ടും അവർ തോറ്റുകൊടുത്തില്ല. ഓരോ വർഷം കഴിയുന്തോറും അവർ ക്ഷമയോടെ കാത്തിരുന്നു. ഇന്ന് ലോകത്തെ കീഴടക്കിയ കൊക്കോകോള കമ്പനി ഉണ്ടായി വന്നത് ആദ്യ വർഷം അവർക്ക് 25 ബോട്ടിൽ സെയിലായി. എത്ര വലിയ നഷ്ടങ്ങളും എത്ര വലിയ കാത്തിരിപ്പും അവർക്കുണ്ടായി. തോറ്റുകൊടുക്കാത്തവർ ജീവിതത്തിൽ വലിയ വലിയ ജയങ്ങളിലേക്ക് നടന്നു കയറും. ഇന്ന് നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ കാണുന്ന ചില ശൂന്യതകൾ, ആ ശൂന്യതകളാണ് നമ്മെ വിശാലതയിലേക്ക് നയിക്കാൻ പോകുന്നത്. എന്തിനും ഒരു തുടക്കമുണ്ട്. ഏത് ചെറിയ കാര്യങ്ങൾക്കും വലിയ ഒരു പൂർണ്ണതയും അവസാനവുമുണ്ട്. ആരംഭം അല്പമായിരിക്കും, അതൊരു വിത്ത് പോലെയാണ്. എന്നാൽ അന്ത്യം ഒരു വൃക്ഷം, മഹാവൃക്ഷമാണ്. അപ്പോൾ ഈ പ്രകൃതി തന്നെ അത് പഠിപ്പിക്കുന്നു. ഒരു വിത്തിൽ നിന്ന് വലിയ വൃക്ഷങ്ങൾ ഉണ്ടാകുന്നു. ഇതുപോലെ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കണ്ണുനീരോടെ വിതയ്ക്കുന്നു. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ ആർപ്പോടെ കൊയ്യുന്ന സീസൺ വരും. ഇതാരോടൊക്കെയുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തുടങ്ങി വെച്ച പല സംരംഭങ്ങളിലും ഒന്നും കണ്ടില്ലെങ്കിലും ഒരു ഫലവുമില്ല. ചിലപ്പോൾ വിവാഹം, അതൊരു വലിയ തീരുമാനത്തോടെ ഇറങ്ങി തിരിച്ചാണ്, ഒന്നും കാണാനില്ല. എന്നാൽ അത് മുന്നോട്ട് പോകട്ടെ, ക്ഷമയോടെ മുന്നോട്ട് പോവുക. ഇന്ന് നിങ്ങൾ ആരംഭിച്ച ബിസിനസ്, ഇന്ന് നിങ്ങൾ ആരംഭിച്ച ദൈവവേലയുടെ തുടക്കങ്ങൾ ഒന്നും കണ്ടില്ലെങ്കിലും തളരരുത്. ഒരു പൂർണ്ണതയുടെ, സംതൃപ്തിയുടെ, ആഘോഷത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. അതിനുള്ള ആയുസ്സും അതിനുള്ള ആരോഗ്യവും അതിനുള്ള നിറവും അതിനുള്ള ബന്ധങ്ങളും എല്ലാം കർത്താവ് നമുക്ക് തരും. അപ്പോസ്തല പ്രവൃത്തിയിൽ 27-ാം അധ്യായത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. പൗലോസിനെ കൂടെയുള്ള ചില ദൈവദാസന്മാരെ തടവ് പുള്ളികളായിട്ട് ഇതാ റോമിലേക്ക് കൊണ്ടുപോകുന്ന യാത്ര. കൈസറുടെ മുമ്പിൽ നിൽക്കാനുള്ള പൗലോസിനോടുള്ള ദൈവത്തിൻ്റെ ആലോചനയുടെ പൂർത്തീകരണത്തിനായി ഇതാ പൗലോസിന് ദൈവം അയക്കുന്ന വഴികൾ. പൗലോസ് ഒരു കപ്പലിൽ യൂലിയാസ് എന്ന ഒരു ശതാധിപൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ യാത്രയിൽ അവർ ഒരു ശുഭതുറമുഖത്തെത്തി. 6-ാം വാക്യത്തിൽ കരപറ്റി പ്രയാസത്തോടെ ലസയ്യ പട്ടണത്തിൻ്റെ സമീപത്ത് ശുഭതുറമുഖം എന്നു പേരുള്ള ഒരു സ്ഥലത്തെത്തി. ഒരു ശുഭതുറമുഖം, അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരിതാണ്. അവിടെ വെച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലമായിരുന്നു അത്, ശുഭതുറമുഖം. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ശുഭമായിരിക്കുമ്പോഴാണ് പ്രാർത്ഥിച്ച് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നമ്മളിൽ ഒരു
ദുഃഖ സമയത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കും. വളരെയധികം ഏകാഗ്രതയോടെ, വളരെ പ്രാർത്ഥനയോടെ തീരുമാനമെടുക്കുന്ന സ്ഥലമാണ് ദുഃഖത്തിൻ്റെ തുറമുഖം. എന്നാൽ എല്ലാം ശുഭമായിരിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോകും. സ്വയം അഹങ്കരിക്കും. കാര്യങ്ങളൊന്നും കുഴപ്പമില്ലെന്ന് കാണുമ്പോൾ എല്ലാം മറക്കും. ദൈവത്തെ മറക്കും, മനുഷ്യനെ മറക്കും, സ്വാർത്ഥരായി മാറും. ശുഭ തുറമുഖത്തെത്തുന്നവർക്കെല്ലാം ഇങ്ങനൊരു അവസ്ഥയുണ്ട്. ഇതാ ശുഭ തുറമുഖത്ത് അവരെത്തി. എന്നാൽ ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ട വൈഷമ്യം ആകൊണ്ട് പുരുഷന്മാരെ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. ഇനി വരാൻ പോകുന്ന യാത്രയിൽ ചരക്കിന് മാത്രമല്ല, കപ്പലിന് മാത്രമല്ല, നമ്മുടെ പ്രാണന് വരെ കഷ്ടങ്ങളുണ്ടാകും. ഒരു കാര്യവും കുഴപ്പമില്ലാതെ പോകുമ്പോൾ ഇങ്ങനൊരു ആലോചന കേട്ടാൽ ആരും അതിന് വലിയ ഗൗരവം കൊടുക്കില്ല. എന്നാൽ എല്ലാം വളരെ വിഷമത്തിലായിരിക്കുമ്പോൾ ഒരു ദൂത് പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ട്. മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. എല്ലാം ശുഭമായിരിക്കുമ്പോൾ, ശുഭ തുറമുഖത്തായിരിക്കുമ്പോൾ പലപ്പോഴും ദൈവാലോചനയ്ക്ക് വില കൊടുക്കാത്ത ഒരു സ്വഭാവം നമ്മുടെ പ്രകൃതത്തിൽ തന്നെയുണ്ട്. ഇന്ന് നമുക്ക് ദൈവശബ്ദത്തിന് നന്നായിരിക്കുമ്പോൾ തന്നെ ദൈവശബ്ദത്തിൽ വില കൊടുത്ത് നാം ദൈവത്തെ ഭയപ്പെടണം. ഇതാ പൗലോസ് കണ്ട ഒരു വെളിപ്പാട്. പൗലോസ് അത് കാണുകയാണ്. പൗലോസ് പറയണം, ഞാൻ കാണുന്നു. അദ്ദേഹം പറഞ്ഞത് ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു. 10-ാം വാക്യം അതാണ്. അദ്ദേഹം ആ കാഴ്ച കണ്ടു. ദൈവം പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കൾക്ക് കാഴ്ചകൾ കൊടുക്കും. ശുഭമായിരിക്കുമ്പോഴും പൗലോസ് പ്രാർത്ഥനയിലാണ്. ബാക്കിയുള്ളവർക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ലാത്തതുപോലെയാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ എല്ലാ കാലത്തും പ്രാർത്ഥിക്കും. ദാനിയേലിന്റെ പ്രാർത്ഥനയെ നിർത്താൻ കഴിയില്ല. നന്നായിരിക്കുമ്പോഴും മോശമായിരിക്കുമ്പോഴും ദാനിയേൽ മാറ്റമില്ലാത്ത പ്രാർത്ഥനയുടെ ഉടമസ്ഥനാണ്. മാറ്റാൻ കഴിയാത്തൊരു പ്രാർത്ഥനാ ജീവിതം. ആരെല്ലാം അതിഥികളുണ്ടെങ്കിലും എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും ദിനവും ഉള്ള പ്രാർത്ഥനയ്ക്ക് മാറ്റങ്ങൾ വരുത്താത്ത ഒരു നല്ല ശീലം ഈ പുതിയ വർഷത്തിൽ 2-ാം മാസമെങ്കിലും നമുക്കൊന്ന് ആരംഭിക്കാൻ കഴിഞ്ഞെങ്കിൽ വലിയ റിസൾട്ടുകളും വലിയ അനുഗ്രഹങ്ങളും ഉണ്ടാകും. സ്ഥിരതയുള്ള പ്രാർത്ഥന. ദാനിയേൽ 6:10 പറയുന്നു, രേഖ എഴുതി എന്ന് കണ്ടപ്പോൾ ദാനിയേൽ പതിവ് പോലെ തൻ്റെ വീട്ടിൽ ചെന്ന് യെരുശലേമിൻ്റെ നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ടിരുന്നത് അതിലൂടെ 3 വട്ടം യെരുശലേമിൻ്റെ ഭാഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചിരുന്നു. യെരുശലേം കാണാൻ കഴിയില്ല, മറ്റൊരു രാജ്യത്താണ്. അവർ ബാബിലോണിലാണ്. യെരുശലേം എന്ന് പറയുന്നത് കിലോമീറ്ററുകൾക്കപ്പുറമാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമാണ്. എന്നാൽ ശലോമോനോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ശലോമോൻ ഒരു പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ആലയത്തിൽ ഒക്കെ നോക്കി ഭൂമിയുടെ ഏത് ഭാഗത്തും നിന്റെ ജനം നിന്ന് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് ഈ ആലയത്തിൽ ഇരുന്നു കൊണ്ട് കേട്ട് മറുപടി കൊടുക്കണേ. കാലങ്ങൾ കഴിഞ്ഞു. ദൈവം അതിന് മറുപടി ശലോമോനോട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കി ആര് പ്രാർത്ഥിച്ചാലും മറുപടി കൊടുക്കും. കാലങ്ങൾ കഴിഞ്ഞു. അവിടെ ആലയമില്ല. ആലയമൊക്കെ പൊളിച്ചു കളഞ്ഞു. നെബൂഖദ്നേസർ തന്നെ ആ ആലയം പൊളിച്ചു. അങ്ങനെ ആ ആലയത്തിലുള്ള ഉപകരണങ്ങളും കൊണ്ടുപോയി. ആലയം ഇല്ലാതെയായി. ആലയം ഉള്ള സ്ഥലത്ത് വെറും മണ്ണ് മാത്രം. അങ്ങനെ ഒരു ആലയം അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ല. അതുപോലെ സമതലമായി കിടക്കുന്ന സ്ഥലം. എന്നാൽ ദാനിയേൽ ആ വാക്ക് അങ്ങോട്ട് എടുത്തു. ദേവാലയം പോയാലും ദേവാലയത്തേക്കാൾ വലിയവൻ അവിടെയുണ്ട്. പറഞ്ഞ വാക്കുമാറില്ല. ദാനിയേലിന് ഉറപ്പാണ്. ദേവാലയം പോയി. ദേവാലയത്തിലെ ഉപകരണങ്ങളും നെബൂഖദ്നേസർ രാജാവ് എടുത്തുകൊണ്ട് വന്നു. ദേവാലയം ഇല്ല, പുരോഹിതന്മാർ ഇല്ല, യാഗങ്ങൾ ഇല്ല, ആരാധന ഇല്ല, പ്രാർത്ഥനയില്ല. എന്നാൽ വാക്കു പറഞ്ഞ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദാനിയേൽ ആ ഭാഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ഒരുവനെ എത്ര വലിയ ശക്തനാക്കി.
അവനെ വെളിപ്പാടും ദർശനവും ഉള്ളവനാക്കി. ഇത് തന്നെയായിരുന്നു പൗലോസ്. രേഖ എഴുതിയാലും എഴുതിയില്ലെങ്കിലും, ശുഭ തുറമുഖമാണെങ്കിലും ദുഃഖ തുറമുഖമാണെങ്കിലും പൗലോസിന്റെ പ്രാർത്ഥനയെ മാറ്റാൻ കഴിയില്ല. രാപ്പകൽ കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിക്കുന്നവൻ. ഇത് തന്നെയാണ് ദാനിയേൽ. തനിക്കെതിരെ രേഖ എഴുതി. എന്താണ്? പ്രാർത്ഥിക്കുന്നു എന്ന കുറ്റം. ഇന്നും ഇന്ത്യയിലുള്ള സഭയ്ക്ക് എതിരെ, പല രാജ്യത്തുള്ള സഭയ്ക്കെതിരെയുള്ള ഒരേ ഒരു കുറ്റം, അവർ പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു കുറ്റം. വീട്ടിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു, ഓഡിറ്റോറിയങ്ങളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു, ഗ്രൗണ്ടുകളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് അന്നും ഇന്നും കുറ്റം പറയാനുള്ളത്. നിന്നെക്കുറിച്ച് ഈ കുറ്റം എല്ലാവരും പറയണം. ഈ കുറ്റം പിശാച് നിന്നെക്കുറിച്ച് പറയണം. ഈ ലോകം മുഴുവൻ ഈ കുറ്റം നിന്നെക്കുറിച്ച് പറയട്ടെ. എന്നാൽ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ദാനിയേലിനെ പോലെ എത്ര വലിയ രേഖ എഴുതിയാലും നിന്റെ പ്രാർത്ഥന നിർത്തരുത്. ഇതാ ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിലിട്ടു. സിംഹം അവനെ തൊട്ടുപോലുമില്ല. അവൻ അന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങി. അന്ന് രാത്രി ആ രാജ്യത്തെ രാജാവിന് ഉറക്കം വന്നില്ല. എന്നാൽ ദാനിയേൽ നന്നായിട്ട് ഉറങ്ങി. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. ദാനിയേലിനെ തിരിച്ചു കയറ്റി. രാജാവ് സമ്മാനങ്ങൾ കൊടുത്തു. രാജ്യം അവനെ ആദരിച്ചു. അവന് വിരോധമായിട്ടുള്ളവരെയെല്ലാം സിംഹക്കൂട്ടിലേക്ക് ഇട്ട് കളഞ്ഞു. സിംഹക്കൂട്ടിൽ അവരെത്തും മുമ്പേ സിംഹം അവരെ അടിച്ച് തകർത്ത് തിന്നുകളഞ്ഞു. പ്രാർത്ഥിക്കുന്നവൻ, നിരന്തരം പ്രാർത്ഥിക്കുന്നവൻ, അവനൊരു ഉറപ്പുണ്ട്. ദേവാലയമില്ലെങ്കിലും കെട്ടിടങ്ങളില്ലെങ്കിലും ദേവാലയത്തേക്കാൾ വലിയവനുണ്ട്. ആ ഉറപ്പിൻ്റെ പ്രാർത്ഥന. പൗലോസ് ഏത് ദിക്കിലേക്ക് തിരിഞ്ഞാ പ്രാർത്ഥിച്ചത്? ഓരോ ദിവസവും ഓരോ ജയിലിലും ഓരോ പ്രതികൂലത്തിലുമാണ്. ഇതാ എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് അറിയില്ല. അവൻ ദിക്ക് നോക്കി പ്രാർത്ഥിക്കുന്നവനല്ല, സകല ദിക്കുകളെ ഉണ്ടാക്കിയവനെ നോക്കി പ്രാർത്ഥിക്കുന്നവനാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ദിക്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ എല്ലാ ദിക്കിൻ്റെ ഉടമസ്ഥൻ സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു പോകുമെന്ന് പറയുന്നു. സൂര്യൻ അവസാനിക്കും. എന്നാൽ അവസാനമില്ലാത്ത നീതി സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുന്നവരാണോ അവർക്ക് വെളിപ്പാടുകൾ ഉണ്ടാവും. പൗലോസ് പറഞ്ഞു ഏറിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. അതെ, ദൈവിക വെളിപ്പാടുകൾ പ്രാപിക്കുന്നവർക്ക് അറിയാം. കഷ്ടങ്ങൾ വരികയാണെങ്കിൽ അറിയാം. പൗലോസ് പറഞ്ഞു കപ്പലിനും ചരക്കിനും മാത്രമല്ല പ്രാണന് വരെ ഏറിയ കഷ്ടനഷ്ടങ്ങളുണ്ടാകും. കഷ്ടങ്ങളുടെ ലെവല് പൗലോസിന് അറിയാം. കപ്പലിന് മാത്രമല്ല, ചരക്കിന് മാത്രമല്ല, പ്രാണന് വരെ മാനസിക കഷ്ടം. പിന്നീട് അത് അവരനുഭവിച്ചു. പൗലോസിന്റെ വാക്കിന് അവർ വില കൊടുത്തില്ല. കാരണം പൗലോസിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ആ കപ്പലുടമസ്ഥൻ പരിഗണിച്ചത്. എക്സ്പീരിയൻസ് ഉള്ളവർ. ജീവിതത്തിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും വിശ്വാസമുള്ളവരോളം വരില്ല. വിശ്വാസമുള്ളവൻ എക്സ്പീരിയൻസ് ഉള്ളവനേക്കാൾ മുകളിലാണ്. ദൈവത്തിൽ വിശ്വാസമുള്ളവൻ മലയെ നീക്കുന്നവനാണ്. പരിചയ സമ്പത്തിനേക്കാൾ വലുതാണ് വിശ്വാസ സമ്പത്ത്. ഈ ദിവസങ്ങളിൽ പൗലോസിനെ പോലെ പ്രാർത്ഥനയുടെ എക്സ്പീരിയൻസ് ഉള്ളവരായി മാറുക. അധ്വാനത്തിൻ്റെ എക്സ്പീരിയൻസിനേക്കാൾ, കടൽ യാത്രയുടെ എക്സ്പീരിയൻസിനേക്കാൾ, ഒത്തിരി കടൽ കണ്ടിട്ടുണ്ട്, ഒത്തിരി കര കണ്ടിട്ടുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ടെന്ന് പറയുന്നതിനേക്കാൾ കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിൻ്റെ അനുഭവങ്ങൾ ഉള്ളവരാണോ അത് പറയുന്നവരാക്കി. ഞാൻ കർത്താവുമായി എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ മുറിയിൽ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു ദൂതനെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടു. എനിക്ക് ഇങ്ങനൊരു അനുഭവമുണ്ട്. ഈ എക്സ്പീരിയൻസാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ളവർ പറയുന്ന വാക്കുകൾക്ക് ഇടം വലം മാറ്റമില്ല. അങ്ങനെ പറയുന്നവരും അങ്ങനെ കാണുന്നവരും കർത്താവുമായി അങ്ങനെ ബന്ധമുള്ളവരുമായി നമുക്ക് ഒരുമിച്ച് മാറാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് കേൾക്കുന്ന എല്ലാവരുടെയും മേൽ പ്രാർത്ഥനയുടെ ബലം, അഭിഷേകമുണ്ടാകട്ടെ. പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കട്ടെ.
പ്രാർത്ഥനയുടെ കൃപ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു പ്രാർത്ഥന, സൗഖ്യമാവുകയല്ല സൗഖ്യമാക്കുന്ന പ്രാർത്ഥന, ബന്ധനം അഴിയുകയല്ല ബന്ധനം അഴിക്കുന്ന ഒരു പ്രാർത്ഥന ഈ മക്കളിൽ നിന്ന് പുറത്തു വരട്ടെ. വലിയ ശുശ്രൂഷകർ എഴുന്നേറ്റ് വരട്ടെ, വലിയ വിശ്വാസ സമൂഹങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. ഏതു സാഹചര്യത്തെയും വെല്ലുന്ന സ്ഥിരതയുടെ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ, ആമേൻ. കർത്താവിൽ ബലപ്പെടാം, പുതിയ കൃപകൾ പ്രാപിക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. സർവാധികാരം കരങ്ങളിൽ, സർവാധിപത്യം ഉന്നിൽ വണങ്ങിടൂ. സർവജ്ഞാനങ്ങൾക്കും അതീതനായിടൂ. തുല്യമില്ല മഹാശക്തിയേ, പ്രപഞ്ചം നിന്നെ വണങ്ങുന്നു. പ്രഭുക്കൾ നിൻ മുൻപിൽ കുമ്പിടുന്നോനും, പ്രഭാവമന്നോ പ്രഭാത ചന്ദ്രശോഭ പോൽ എന്നും വിളങ്ങിടും തേജസ്സേ. ക്രൂശിതൻ ക്രൂശിതൻ നുറുക്കപ്പെട്ടുവോ, എനിക്കായി നീ പിടഞ്ഞുവോ. മണ്ണിൽ ശാരോനിൻ പനിനീർ പുഷ്പമേ, എനിക്കായി നീ വരിച്ചുവോ. മൃത്യുവേ ക്രൂശിതൻ, ക്രൂശിതൻ നുറുക്കപ്പെട്ടുവോ, എനിക്കായി നീ പിടഞ്ഞുവോ. മണ്ണിൽ ശാരോനിൻ പനിനീർ പുഷ്പമേ, എനിക്കായി നീ വരിച്ചുവോ. മൃത്യുവേ സർവാധികാരം, സർവാധികാരം കരങ്ങളിൽ, സർവാധിപത്യം മുന്നിൽ വണങ്ങിടൂ. സർവജ്ഞാനങ്ങൾക്കും അതീതനായിടൂ. തുല്യമില്ല മഹാശക്തിയേ, പ്രപഞ്ചം നിന്നെ വണങ്ങുന്നു. പ്രഭുക്കൾ നിൻ മുൻപിൽ കുമ്പിടുന്നോനും, പ്രഭാവമന്നോ പ്രഭാത ചന്ദ്രശോഭ പോൽ എന്നും വിളങ്ങിടും തേജസ്സേ. ക്രൂശിതൻ നുറുക്കപ്പെട്ടുവോ, എനിക്കായി നീ പിടഞ്ഞുവോ. മണ്ണിൽ ശാരോനിൻ പനിനീർ പുഷ്പമേ,
എനിക്കായി നീ പിടഞ്ഞുവോ മഞ്ഞിൽ ശാരോനീ പനിനീർ പുഷ്പമേ എനിക്കായി നീ വരിച്ചുവോ മൃത്യുവേ ക്രൂശിതൻ നുറുക്കപ്പെട്ടുവോ എനിക്കായി നീ പിടഞ്ഞുവോ മഞ്ഞിൽ ശാരോനീൻ പനിനീർ പുഷ്പമേ എനിക്കായി നീ വരിച്ചുവോ മൃത്യുവേ crucified, lay behind the storm. You live to die, rejected and alone, like a rose. You trembled on the ground. Thank you, Lord. You took the fall and thought of me. Thank you, Lord. Help our Lord. Crucified, lay behind the storm. You live to die, rejected and alone, like a rose. You trembled on the ground. You took the fall and thought of me above all, like a rose. You trembled on the ground. You took the fall, thought of me above. ശാരോനീ പനിനീർ പുഷ്പമേ എനിക്കായി നീ വരിച്ചുവോ മൃത്യു